ഈശോയുടെ നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷയായ ഈ ആലയത്തിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും ഈ പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് നമ്മുടെ തന്നെ ജീവിത വിശുദ്ധീകരണം നടത്തി പാപങ്ങൾ വെറുത്തുപേക്ഷിച്ച് ദൈവകൃപയെ നോക്കിപ്പാർത്ത് ദുരന്തമുഖങ്ങളെ അഭിമുഖീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എടുത്ത ഉടമ്പടി ദിനത്തെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർമ്മയിൽ കൊണ്ടുവരാം. എന്തുമാത്രം തീക്ഷ്ണതയോടും കൂടി വിഷമത്തോടും കൂടിയാണ് ഈ ഒരു ആലയത്തിലേക്ക് അന്ന് കടന്നു വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥനകൾ തുടങ്ങിയത്, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. അതേ തീക്ഷ്ണതയോടെ വിശ്വസ്തയോടെ ഈശോയെ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുവാനുള്ള അധിക കൃപ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ ആരോഗ്യത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറ്റെടുത്ത് ഇരിക്കുന്ന എല്ലാ ദൗത്യങ്ങളുടെയും വിജയത്തിനായി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ ആരാധനയിലുടനീളം ജോസഫ് അച്ഛനിലൂടെ ഞങ്ങളോട് നീ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉടമ്പടി ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാകപ്പിഴകളെ പരിഹരിക്കുവാൻ ഈശോയെ വചനത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ വലിയ ആത്മജ്ഞാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് കേൾക്കുന്ന ഞങ്ങളുടെ ആന്തരിക കർണപുടങ്ങളെ പ്രത്യേകമായിട്ട് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വയം മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങൾ എല്ലാവരെയും
ദൈവമാതാവിന്റെ ശുദ്ധീകരണത്തിന്റെ സ്ഥിരം സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപാസന ആൾത്താരയിൽ ഇന്നിവിടെ സാക്ഷ്യം പറയാനായിട്ട് എന്നെ അനുഗ്രഹിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനോടായിരുന്നു നന്ദി പറയുന്നു. എൻ്റെ പേര് കൃപ. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. പേഴുംപാറ കത്തോലിക്ക ദേവാലയത്തിലെ അംഗമാണ്. എനിക്ക് കുറേ നാൾ മുന്നായിട്ട് തന്നെ കൃപാസനത്തിനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ വിശ്വാസ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞു. 2023 ഡിഗ്രി കഴിഞ്ഞു. ഞാൻ MSc വേണ്ടി ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിരിക്കുന്ന സമയത്ത് ഞാൻ പോകാൻ ആഗ്രഹിച്ച കോളേജിൽ എനിക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കസിൻ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ചേച്ചിയുടെ കുഞ്ഞിനൊരു രോഗസൗഖ്യം കിട്ടിയത്. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇതൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഞങ്ങൾ ആ സാക്ഷ്യം കേട്ടു. അപ്പോൾ നമ്മുടെ അടുത്തൊരാൾക്ക് അത്രയും അനുഗ്രഹം മാതാവിൽ നിന്ന് ലഭിച്ചപ്പോൾ ഞങ്ങൾക്ക് വിശ്വാസമായി. അപ്പോൾ എൻ്റെ അമ്മ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് അഡ്മിഷൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചോളാമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കൃത്യം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എന്നെ കോളേജിൽ നിന്ന് വിളിച്ചു, അഡ്മിഷൻ വന്നെടുക്കാൻ പറഞ്ഞു. എനിക്കറിയത്തില്ല എങ്ങനെ ഞാൻ വെയിറ്റ് ലിസ്റ്റിൽ നിന്ന് ഞാൻ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അന്ന് അഡ്മിഷൻ കോളേജിൽ വന്നെടുത്ത് ചങ്ങനാശ്ശേരിയിലായിരുന്നു. അഡ്മിഷൻ എടുത്തിട്ട് ഞങ്ങൾ ആ വഴി ഇവിടെ വന്നു പ്രാർത്ഥിച്ചു. അന്ന് തന്നെ വന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ അത് ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആയിരുന്നുകൊണ്ട് ഉടമ്പടി എടുക്കാനൊന്നും സാധിച്ചിരുന്നില്ല. എങ്കിലും ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. ആദ്യമായിട്ട് ഈ മണ്ണിലേക്ക് കാല് കുത്തിയപ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു ഫീലായിരുന്നു. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് എനിക്കറിയത്തില്ല ഇതെങ്ങനെ പറയേണ്ടതെന്ന്. അത് കഴിഞ്ഞ് എൻ്റെ അമ്മ ഉടമ്പടി എടുത്തൊരു മാസത്തിനുള്ളിൽ തന്നെ. അപ്പോൾ അമ്മ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ കൂടെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഹോസ്റ്റലിലായിരുന്ന സമയത്ത് എന്നും എനിക്ക് കുർബാനയൊക്കെ കൂടാനായിട്ട് സാധിക്കുമായിരുന്നു. അന്നേരം ഈ പ്രാർത്ഥനകളൊക്കെ എനിക്ക് അമ്മ പറഞ്ഞു തന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ചൊല്ലുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമായിരുന്നു. അങ്ങനെ 2025 മാർച്ച് 3 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിൻ്റെ ഫലം ഞാൻ ആദ്യമായിട്ട് വെച്ചൊരു ഒരു പ്രാർത്ഥന നിയോഗം എന്ന് പറയുന്നത്, ഞാൻ MSc പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ, ഞാൻ MSc കെമിസ്ട്രി ആയിരുന്നു. 2025 ഞാൻ പാസ് ഔട്ട് ഇറങ്ങുന്ന ആ ഒരു വർഷം തന്നെ എനിക്ക് ജോലി ലഭിക്കണമെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. പിന്നെ നിയോഗം വെച്ചിരുന്നു പറഞ്ഞാൽ എനിക്ക് എല്ലാ സെമ്മിനും നന്നായിട്ട് പഠിച്ച് അതുപോലെ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചെന്ന് പറഞ്ഞാലും ഞാൻ ആഗ്രഹിക്കുന്നൊരു മാർക്ക് എനിക്ക് ലഭിക്കുമായിരുന്നില്ല. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എത്ര കഷ്ടപ്പെട്ട് ഞാൻ പഠിച്ചിട്ടും ഞാൻ ആഗ്രഹിച്ചൊരു മാർക്ക് എനിക്ക് ലഭിക്കുന്നില്ല. എനിക്ക് 4th സെമ്മിൽ MScയുടെ 4th സെമ്മിൽ നല്ല മാർക്കോടുകൂടി എനിക്ക് പാസ്സാവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ബാക്കി എല്ലാ സെമ്മിലും എനിക്ക് B ഗ്രേഡ് B+ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാത്രം എനിക്ക് A ഗ്രേഡോടുകൂടി എനിക്ക് MSc പാസ്സാവാനായിട്ട് സാധിച്ചു. അങ്ങനെ മാതാവ് എൻ്റെ ഒരു നിയോഗം എനിക്ക് സാധിച്ചു വന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ MSc കഴിഞ്ഞു, ജോലി വേണം. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം വെറുതെ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു ഇൻറ്റേൺഷിപ്പ് കൂടി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ലതാണെന്ന് ഓർത്ത് നോക്കിയപ്പോൾ 5 പേർക്ക് മാത്രമേ ഇൻറ്റേൺഷിപ്പിന് സീറ്റുള്ളൂ. ആ 5 സീറ്റും ഫില്ലായി. ഞാൻ 6ാമത്തെ ആളായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടാനൊരു വഴിയില്ല. ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഇത് നല്ലതാണെന്നുണ്ടെങ്കിൽ എനിക്ക് അമ്മ ഒരു ജോലി തരാൻ അമ്മ എനിക്കിത് കിട്ടണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിന് സെലക്ഷൻ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ആ 5 പേരിൽ ഒരാൾക്കൊരു അസൗകര്യം ഉണ്ടായിരുന്നതിനാൽ എനിക്കൂടെ അതിന് വരാനായിട്ട് സാധിച്ചു. അങ്ങനെ എനിക്ക് സെലക്ഷൻ കിട്ടി. 3 മാസത്തെ ഇൻറ്റേൺഷിപ്പ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാനിങ്ങനെ ലിങ്ക്ഡിനിലും ഇൻഡീനിലും അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളിലൂടെ ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷേ റിജക്ഷൻ മെയിലും അല്ലെങ്കിൽ നോ റെസ്പോൺസോ അല്ലാതെ മാത്രം ഒന്നും കിട്ടുന്നൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ഇങ്ങനെ ഒരു ലിങ്ക് അയച്ചിട്ട് പറഞ്ഞത് ചെന്നൈ അപ്പോളോ ടയേഴ്സിൽ R&Dയിൽ ഒരു വേക്കൻസി ഇങ്ങനെ കണ്ടു MSc കെമിസ്ട്രിക്കാർക്ക്. അപ്പോൾ ഞാനത് വെറുതെ അപ്ലൈ ചെയ്തു, റെസ്യൂമെ അയച്ചു കൊടുത്തു. കിട്ടുന്ന പ്രതീക്ഷ കാര്യങ്ങളോ ഒന്നുമില്ല, എന്താണെന്ന് അറിയത്തുമില്ല. അപ്പോൾ ഞാനത് വെറുതെ കൊടുത്തു. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് എന്നെ വിളിച്ചു, ഇൻ്റർവ്യൂവിന് വേണ്ടി സെലക്ട് ആയി എന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ ഓൺലൈൻ ആയിരുന്നു. അറ്റൻഡ് ചെയ്ത് നോക്കി, എന്താവുമെന്നൊന്നും അറിയത്തില്ല, വെറുതെ അറ്റൻഡ് ചെയ്ത് നോക്കി. എന്നിട്ട് ഞാൻ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്ത സമയത്ത് ഞാൻ മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഡിസംബർ 7-ാം തീയതി അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ട ദിവസമാണ്. അതിന് മുന്നൊരു ദിവസം ഞാൻ ഡിസംബർ 7-ാം തീയതിക്ക് മുന്നായിട്ട് എനിക്ക് ജോലി വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഡിസംബർ 5-ാം തീയതി ഞങ്ങൾ ഇവിടെ കൃപാസനത്തിൽ വന്നിട്ട് തിരിച്ചു പോയ വഴിക്ക് എനിക്ക് അവിടെ നിന്ന് കോൾ വന്നു, സെലക്റ്റായി, എനിക്ക് ജോലി കിട്ടി.
ഡിസംബർ 17 ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്കത് ഉറപ്പായെന്ന് പറഞ്ഞാൽ ഡിസംബർ 17 ആ 7 മാതാവിൻ്റെ ദിവസമാണ്. അപ്പം ഞാൻ അങ്ങനെ മാതാവിനോട് ഒത്തിരി നന്ദി പറഞ്ഞു. എനിക്ക് അങ്ങനെ മാതാവ് എനിക്ക് ജോലി തന്നു. ഞാൻ ഡിസംബർ 17 ചെന്നൈയിൽ പോയി ജോയിൻ ചെയ്തു. ഇപ്പം ഞാൻ ചെന്നൈ അപ്പോളോ ടയേഴ്സിൽ അനലിറ്റിക്കൽ കെമിസ്റ്റായിട്ട് ഞാൻ ജോലി ചെയ്യുവാണ്. അപ്പോൾ ഞാനിവിടെ സാക്ഷ്യം പറയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഈ ആഴ്ച പൊങ്കലിൻ്റെ ലീവുണ്ട്. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഇവിടെ സാക്ഷ്യം പറയാൻ വരണമെങ്കിൽ ആ 4 ദിവസം കൊണ്ട് പറ്റത്തില്ല. ഇപ്പം ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാളായിരുന്നു ഇന്നലെയൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് ഇന്നും നാളെ 2 ദിവസം അവധി എടുത്താൽ മാത്രമേ എനിക്കൊന്ന് വന്ന് ഇവിടെ പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം, എനിക്ക് അവധി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവധിക്ക് അപ്ലൈ ചെയ്തു, എനിക്ക് അവധി കിട്ടി. അതുകൊണ്ടാണ് എനിക്കിതിവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് ചെന്നൈയിൽ നിന്ന് വരുന്നത്, ആദ്യമായിട്ട് തിരിച്ചു വരുവാൻ ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നത്, എനിക്ക് അറിയത്തില്ല എങ്ങനെയാണെന്നൊന്നും. അപ്പോൾ ട്രെയിൻ നോക്കിയപ്പോൾ ടിക്കറ്റ് ഇല്ല, തൽക്കാലം കിട്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് ഞാൻ സേഫായിട്ട് വരുമെന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ട്രെയിൻ ടിക്കറ്റ് തരാവൂ, ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ബസ്സിന് വേണം വരാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബസ്സിന് അന്ന് ഞാൻ നോക്കുമ്പം 4000-ന് മേലെയാണ് ബസ്സിൻ്റെ പൈസ, പൊങ്കലിൻ്റെ ലീവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ബസ്സിന് വരണമെങ്കിൽ എനിക്ക് പൈസയും കുറഞ്ഞ് തന്നേ പറ്റത്തുള്ളൂ. മാതാവിനോട് ഞാൻ പറഞ്ഞു. അപ്പോൾ തൽക്കാലം ട്രെയിൻ കിട്ടാഞ്ഞപ്പോൾ ഞാൻ ബസ് നോക്കിയപ്പം മാതാവ് എനിക്ക് പൈസ കുറച്ച് തന്നു. 2200 രൂപയ്ക്ക് ഞാൻ അവിടെ ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് ഞാൻ വന്നത്. ഞാൻ സേഫായിട്ട് വന്നു. എനിക്കിന്ന് ഇവിടെ സാക്ഷ്യം പറയാനും സാധിച്ചു. ഒത്തിരി നന്ദിയുണ്ട് മാതാവിനോട്. അതുപോലെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ MSc പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരു 3rd സെമ്മിൻ്റെയും 4th സെമ്മിൻ്റെയും ഒക്കെ പരീക്ഷയുടെ സമയം കറക്റ്റ് ആവുന്ന സമയത്ത് എൻ്റെ നാക്ക് പൊട്ടുമായിരുന്നു. നാക്കിൻ്റെ 2 സൈഡ്, ഒന്നെങ്കിൽ ഈ സൈഡ് അല്ലെങ്കിൽ അപ്പർ സൈഡ് നാക്ക് പൊട്ടിയിട്ട് എനിക്ക് എഴുതി പഠിക്കുന്ന സമയത്തായാലും അല്ലെങ്കിൽ എനിക്ക് നാക്ക് അനക്കി എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടാണ്. നാക്കിൻ്റെ അങ്ങേയറ്റത്ത് പൊട്ടുമല്ല, ഒരു കുഞ്ഞു കുരു പോലെയാണ്. പക്ഷേ എനിക്കത് ഉമിനീരിറക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആ സമയത്തും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പ് ഞാൻ നാക്കിൽ വെച്ചും ഉപ്പുവെള്ളം കൊണ്ടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതെനിക്ക് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. പിന്നെ എനിക്കത് അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. അത് കഴിഞ്ഞ് ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്ത സമയത്ത് എനിക്കൊരു പനി വന്നു. 2-3 ആഴ്ചയോളം എനിക്ക് തൊണ്ടവേദന മാറുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ 2 ആഴ്ചയോളം രാവിലെയും വൈകിട്ടും 2 നേരം ഞാൻ ഇവിടുന്ന് കൃപാസനത്തിൻ്റെ ഉപ്പിട്ട് ഞാൻ ഉപ്പുവെള്ളം വാങ്ങിക്കൊള്ളുമായിരുന്നു. അങ്ങനെ കൊണ്ടതിൻ്റെ ഫലമായിട്ട് എനിക്ക് സുഖപ്പെട്ട് കിട്ടി. അതിൽ അത്ഭുതം എന്ന് പറഞ്ഞാൽ ആ ഉപ്പ് തീരുന്നില്ല. ഞാൻ 2 ആഴ്ചയും രാവിലെ വൈകിട്ട് ഞാൻ ആ ഉപ്പിട്ട് നല്ല എമൗണ്ട് നമുക്കറിയാം ഉപ്പുവെള്ളം കൊള്ളണമെങ്കിൽ എന്തോരം എമൗണ്ടിലെടുത്താൽ അതിനൊരു ഇത് ഉള്ളതെന്നറിയാം. അത്രയും എമൗണ്ട് ഞാൻ ഉപ്പെടുത്ത് അത് ഉപയോഗിച്ചിട്ടും ആ ഒരു ഡപ്പയിൽ ഉപ്പ് തീരുന്നില്ലായിരുന്നു. അത് മാതാവിൻ്റെ അനുഗ്രഹമായിരുന്നു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ. പിന്നെ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തു. അപ്പം അമ്മയുടെ ആയാലും കയ്യിലൊരു ചെറിയൊരു മുഴ പോലെ വന്നപ്പോൾ ഞാനായാലും പ്രാർത്ഥിച്ച് അങ്ങനെ അതൊരു സുഖപ്പെട്ടു. പിന്നെ എൻ്റെ അപ്പൻ്റെ വിരലാണെങ്കിൽ ചില സമയത്ത് ഇങ്ങനെ എന്തോ മടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും തൈലം തൂത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സുഖപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ ചെന്നൈയിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ജോലിക്ക് ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി എനിക്കത് അയച്ചു തന്നത്. അപ്പോൾ ഞാനും അവളും മാത്രമായിരുന്നു അത് കൊടുത്ത് അപ്ലൈ ചെയ്തിരുന്നത്. പക്ഷേ ഇൻ്റർവ്യൂ ഞങ്ങൾ സെയിം ഡേ അറ്റൻഡ് ചെയ്തു. എനിക്ക് കിട്ടി, അവൾക്കത് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അവൾ അയച്ചു തന്നു, ഞാനത് അറ്റൻഡ് ചെയ്തു, അവൾക്ക് കിട്ടിയില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ജോലി കിട്ടി, ഞങ്ങൾ ഒരുമിച്ച് ചെയ്തതല്ലേ, അപ്പോൾ അവൾക്കൂടെ എങ്ങനെയും കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ കഴിഞ്ഞ ആഴ്ച അവളെ അവിടുന്ന് വിളിച്ചു, അവളും വന്ന് അവിടെ ജോയിൻ ചെയ്തു. അങ്ങനെ അവൾക്കും ജോലി കിട്ടി. ഇത് മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണ്. പിന്നെ ആത്മീയ ജീവിതം എന്ന് പറയുമ്പോൾ ഞാൻ MSc പഠിക്കുന്ന സമയത്ത് എനിക്ക് എല്ലാ ദിവസവും ഹോസ്റ്റലിൽ കുർബാന ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും അങ്ങനെ കുർബാനയ്ക്കൊക്കെ പോകാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷെ പിന്നീട് MSc കഴിഞ്ഞ സമയത്തായാലും എല്ലാ ദിവസവും പോകാൻ സാധിക്കില്ലെങ്കിലും ശനിയും ഞായറാഴ്ചയും മുടക്കാതെ ഞാൻ കുർബാനയ്ക്ക് പോകുമായിരുന്നു. പിന്നെ കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും വീട്ടിൽ മുടങ്ങാതെ കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേരും. സ്വയമായിട്ടുള്ള പ്രാർത്ഥനയും ജപമാലയും പിന്നെ സാക്ഷ്യം ചൊവ്വാഴ്ചകളുള്ള ഉടമ്പടി ധ്യാനം പങ്കെടുക്കും. പിന്നെ പത്രം കിട്ടുന്നത് ഞാനും എൻ്റെ അമ്മയും കൂടെ കൂടിയിട്ട് ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. പിന്നെ അതുപോലെ ഞങ്ങളുടെ അവിടെ ഒരു പ്രായമുള്ള അപ്പച്ചന്മാരുടെ ഒരു അഗതി മന്ദിരമുണ്ട്, അവിടെ പോയി ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുമായിരുന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു.
ഇനിയും എൻ്റെ ജീവിതത്തിൽ ഞാൻ അമ്മ മാതാവിനെ തിരുക്കുമാരനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മാത്രമേ ഉടമ്പടിയിൽ മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് പറയുന്നു. കളവൂരത്തെ ഈ കൃപാസനം അൾത്താരയിൽ വന്ന് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ ആദ്യം, എൻ്റെ പേര് റീന സന്തോഷ്. ഞാൻ കുറവലങ്ങാടിനടുത്ത്, കോട്ടയം ജില്ലയിൽ കുറവലങ്ങാടിനടുത്ത് വിളയങ്കോട് എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരാൻ കാരണം എൻ്റെ അമ്മയെന്ന് വെച്ചെന്നാൽ ഭർത്താവിൻ്റെ അമ്മ, അത് എൻ്റെ അമ്മ തന്നെയാണ്. അമ്മ തന്നെയാണ് എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. കാരണം എന്തെന്നാൽ എൻ്റെ വീടിൻ്റെ വീട് സ്ഥലവും ചേട്ടൻ ഒരു 16 വർഷം മുന്നേ ലോൺ വെച്ച് 6.5 ലക്ഷം രൂപ എടുത്തായിരുന്നു. അത് ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം ആറായപ്പോഴത്തേക്ക് 17 ലക്ഷം കഴിഞ്ഞു. അത് ജപ്തി ചെയ്യാനുള്ള വക്കീലെത്തി. ബാങ്കിൽ നിന്ന് ജപ്തി ചെയ്യാൻ വേണ്ടി ആളുകൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അമ്മ കരഞ്ഞു പറഞ്ഞതുകൊണ്ട് അവർ ഒരാഴ്ചത്തെ അവധി അനുവദിച്ച് അവർ തിരിച്ചുപോയി. അപ്പോൾ അമ്മയോട് അടുത്തുള്ളൊരു ചേച്ചി പറഞ്ഞു, ഇന്ന പോലെ കലവൂര് കൃപാസനം എന്ന സ്ഥലത്ത് മാതാവിൻ്റെ പള്ളിയുണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്താൽ അമ്മ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് 2025 ഏപ്രിൽ 1-ാം തീയതി ഞാൻ ഇവിടെ ഈ കൃപാസനത്തിൽ വന്നു. അമ്മയോട് പ്രാർത്ഥിച്ചു, ഉടമ്പടി എടുത്തു, തിരിച്ചുപോയി. അന്ന് ഞാൻ ഒത്തിരി ഇവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. എൻ്റെ ജപ്തി ഒഴിവായി, വീട് സ്ഥലവും എനിക്ക് തിരിച്ചു കിട്ടണമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അത് കഴിഞ്ഞ് 2025 ജൂലൈ 1-ാം തീയതി വീണ്ടും ഞാൻ വന്നു, ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു. അന്നേരവും ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവ്, എൻ്റെ അമ്മ, എൻ്റെ വീട് സ്ഥലവും എനിക്ക് തിരിച്ചു കിട്ടണമേ എന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ ചെല്ലുന്നതിന് മുന്നേ എനിക്കൊരു ഫോൺ കോൾ വന്നു. ഇന്നപോലെ ഞങ്ങളുടെ കൊച്ചിച്ചൻ്റെ മോന് ആ സ്ഥലം ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് 16 വർഷം വരെ അങ്ങേർക്ക് അങ്ങനെ ഒരു ചിന്ത അങ്ങരുടെ ഉള്ളിലില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് എൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ച് വീട്ടിൽ ചെല്ലുന്നതിന് മുന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനമുണ്ടായത്. അങ്ങനെ ആ സ്ഥലം കൊച്ചിച്ചൻ്റെ മോൻ വാങ്ങിച്ചു. അപ്പോൾ അത് അങ്ങേക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. പുള്ളി തന്നെ പൈസ ഇട്ട് ആ സ്ഥലം പുള്ളിയുടെ പേരിൽ എഴുതി കൊടുത്തു. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ പേരിൽ വീടിരിക്കുന്ന സ്ഥലവും 26 സെൻറ്റും പുള്ളിയുടെ പേരിലും എഴുതി കൊടുത്തു. അങ്ങനെ ആ ജപ്തിയിൽ നിന്ന് ഒഴിവാകാൻ മാതാവ് നിറഞ്ഞ മനസ്സോടെ എന്നെ ഒത്തിരി സഹായിച്ചു. അത് കഴിഞ്ഞ് 23 വർഷം മുന്നേ വരെയായിരുന്നു എൻ്റെ വീട് പണിതീരുന്നത്. അന്ന് പണി തീരാത്തൊരു വീടായിരുന്നു അത്. പണി തീർന്നില്ലെന്ന് വെച്ചെന്നാൽ അകത്തു 2 മുറി മാത്രമേ തേച്ചിട്ടുള്ളായിരുന്നു. ബാക്കിയുള്ള സ്ഥലം മുഴുവൻ തേക്കാതെ വെറും സിമെൻറ്റ് ഇഷ്ടിക കെട്ടി നിലം ചുമ്മാ കിടക്കുന്ന സ്ഥലമായിരുന്നു അത്. ഞാനിവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് എനിക്ക് എൻ്റെ വീടിൻ്റെ പണി പൂർത്തീകരിക്കാനും സഹായിച്ചു. ലാസ്റ്റ് വീടിൻ്റെ തേപ്പ് എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, എൻ്റെ വീട് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പണിത് പൂർത്തീകരിച്ച് തരണം, ആദ്യം എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ചിന്തയിൽ വന്നു, എൻ്റെ താലിമാല എൻ്റെ കഴുത്തിലുണ്ടല്ലോ, എൻ്റെ മോതിരവും എൻ്റെ കയ്യിലുണ്ടല്ലോ, അതുകൊണ്ട് പണയം വെച്ചാൽ എനിക്ക് എൻ്റെ വീടിൻ്റെ പണി തീർക്കാമെന്ന്. അങ്ങനെ ഞാൻ ബാങ്കിൽ പോയി മാല കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഈ മാലയ്ക്ക് 1 ലക്ഷം രൂപയും കൂടെ 1 ലക്ഷം രൂപ കിട്ടിയായിരുന്നു പറഞ്ഞു. അപ്പോൾ അതിന് മുന്നേ എൻ്റെ മോൻ്റെ പഠനാവശ്യത്തിന് വേണ്ടി ഞാൻ ആ മാല പണയം വെച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് 1 ലക്ഷം രൂപയും കൂടെ വേണം. അന്നേരം പറഞ്ഞ്, വേറെ എന്തെങ്കിലും സ്വർണ്ണം ഉണ്ടെങ്കിൽ ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പം നോക്കുമ്പോൾ എൻ്റെ മോതിരം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് ഞാൻ കൊടുത്തു. അങ്ങനെ 1 ലക്ഷം രൂപ എനിക്ക് ബാങ്കിൽ നിന്ന് കിട്ടി. അങ്ങനെ എൻ്റെ വീടിൻ്റെ പണി മൊത്തത്തിൽ എല്ലാ രീതിയിലും ആരും കുറ്റം പറയാത്ത രീതിയിൽ ഞാനത് സാധിച്ചു. അതിനു മുന്നേ ഒരു മഴ പെയ്താൽ പാതകത്തിൻ്റെ അടിയിൽ പാത്രങ്ങൾ വെച്ചിട്ട് തുണി കൊണ്ട് ഒപ്പിയായിരുന്നു ഞങ്ങൾ വെള്ളം കളഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി, ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എനിക്ക് എൻ്റെ വീടിന്ന് ആരും എന്നെ കുറ്റം പറയാത്ത രീതിയിൽ നന്നാക്കാൻ സഹായിച്ചു. അതിന് എൻ്റെ അമ്മ എന്നെ ഒത്തിരി സഹായിച്ചു. എന്നുവെച്ചാൽ എല്ലാവരും കളിയാക്കുമായിരുന്നു, നിങ്ങളുടെ വീട് മാത്രം എന്താ ഇങ്ങനെ കിടക്കുന്നത്, നന്നാക്കാത്ത എന്താന്ന്. പക്ഷെ അത് കേട്ട് ഞാൻ എൻ്റെ അമ്മയോട് ഒത്തിരി എന്നും രാത്രിയെന്നില്ല പകലുന്നില്ല എപ്പോഴും ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മ എൻ്റെ വീടെന്താ ഇങ്ങനെ, എൻ്റെ വീടിനെ ഒന്ന് സഹായിക്കാൻ വയ്യെന്ന്. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് 2ാമത്തെ ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷം കൈ
ഒരു 2 മാസം മുന്നേ വരെ എൻ്റെ വീട് ആ വീട് വട്ടത്ത് ഇപ്പോൾ ഏറ്റവും ഒരു മനോഹരമായ വീടാക്കി വയ്ക്കുവാൻ എനിക്ക് സാധിച്ചു. എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി. പിന്നെ എൻ്റെ മോന് പഠിക്കാൻ സഹായിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അമ്മയോട്. അവനെ പഠിക്കാൻ വിടാനും എനിക്ക് സാധിച്ചു. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയുടെ കാലിൽ ഒരു ചെറിയ വ്രണമുണ്ടായിരുന്നു. അത് 3-4 മാസം മുന്നേ വരെയൊക്കെ ഇങ്ങനെ പഴുത്ത് ഡീപ്പായിട്ട് അങ്ങ് കുഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ നിന്ന് കിട്ടിയ ഉടമ്പടി തൈലവും ഉപ്പ് ഉപയോഗിച്ച് ഞാനത് കഴുകി തല ഉപയോഗിച്ച് തേച്ച് മരുന്നും കഴിച്ചു. ഇപ്പോൾ ഏകദേശം അത് ഉണങ്ങിയ രീതിയിൽ ആയിട്ടുണ്ട്. പിന്നെ പത്രങ്ങൾ 4 പേര് കൂടുന്നിടത്ത് ഞാൻ വിതരണം ചെയ്യാറുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ആൾക്കാരെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് വസ്ത്രങ്ങളും ആഹാരവും പറ്റുന്ന രീതിയിൽ പൈസയും കൊടുത്തു ഞാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഈ എൻ്റെ ശരീരത്തിൽ ചൊറിച്ചിൽ വരുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഈ ഉടമ്പടി ഉപ്പിട്ടിട്ട് കഴുകി ഉടമ്പടി തൈലം തൂക്കുന്നതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ ചൊറിച്ചിൽ പൂർണ്ണമായിട്ടും മാറിക്കിട്ടി. ഞാൻ ഈ ഉപ്പ് ഉപയോഗിക്കുമ്പോഴും തൈലം ഉപയോഗിക്കുമ്പോഴും ആദ്യം വിശ്വാസ പ്രമാണം ഒരു 3 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലിക്കൊണ്ട് തന്നെയായിരുന്നു ഇതൊക്കെ ചെയ്തത്. അങ്ങനെയാണ് എനിക്കിതെല്ലാം മാറിക്കിട്ടിയത്. എന്നെ സഹായിച്ച എൻ്റെ മാതാവിന് എല്ലാ രീതിയിലും ഞാൻ നന്ദി പറയുന്നു.